ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമുക്കൊരു 50+ ശേഷം ശരിക്കും നമുക്ക് നമ്മൾ ഈ ഒത്തിരി കോസ്റ്റ്ലി ആയ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ പുറകെ പോകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ്, നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചോ അതിന് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫേസ് പാക്കാണ്. ഏറ്റവും നല്ലപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ടാനും ഒക്കെ മാറി ഫേസ് ഒരു ഗ്ലോ തരാനായിട്ട് ഏറ്റവും ബെസ്റ്റായ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത് പ്ലീസ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 3 സാധനമെന്ന് പറഞ്ഞാൽ മാജിക്കൽ മിറക്കൽ. അത് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, പുറമേ പുരട്ടുന്നതും ഏറ്റവും ബെസ്റ്റാണ്. ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളൊക്കെ അറിയാവുന്നതല്ലേ ഏകദേശം. ഞാൻ ഇതിനു മുമ്പൊരു ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലും നമ്മൾ 50+ ശേഷം കഴിക്കേണ്ട ഫുഡിൻ്റെ കാര്യത്തിലും ഈ ഫ്ലാക്സീഡിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാക്സീഡ് omega-3 ഒരു കൂമ്പാരമാണ് അല്ലേ. omega-3 നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ആവശ്യം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് omega-3. അതിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ളതാണ് omega-3. omega-3യും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ളതാണ് നമ്മുടെ ഫ്ലാക്സീഡ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചിയ സീഡ്. ചിയ സീഡും ഇതുപോലെ തന്നെ omega-3യും കുറേ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ പുറമേ പുരട്ടുന്നതും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ചിയാസീഡിൻ്റെ വാട്ടർ കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ എപ്പോഴേലും ദിവസത്തിൽ ഒരു പ്രാവശ്യം ചിയാസീഡ് ഇട്ടിട്ട് 1 ടീസ്പൂൺ ചിയാസീഡ് എടുത്താൽ മതി ഒരു ദിവസം. കാരണം കൂടുതലായാലും നമുക്ക് ഇത് രണ്ടും ഫ്ലാക്സീഡ് ആണെങ്കിലും ചിയാസീഡ് ആണെങ്കിലും കൂടുതലായ നമ്മുടെ വയർ സ്തംഭനത്തിനൊക്കെ ഇടവരും. അതുകൊണ്ട് 1 ടീസ്പൂൺ ഒരു ദിവസം കഴിച്ചാൽ മതിയാവും. ഇത് 1 ടീസ്പൂൺ ഈ ചിയാസീഡ് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ചിയാസീഡ് നമുക്ക് വെള്ളത്തിൽ കലർത്തി നമുക്ക് നാരങ്ങ ജ്യൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, പിന്നെ സ്മൂത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ നമ്മൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യാം. അങ്ങനെ ഒരുപാടായിട്ട് നമ്മുടെ ഈ ഫ്ലാക്സീഡിനെ പോലെ തന്നെയാണ് നമുക്കിത് പൗഡർ ഫോമിലാക്കിയിട്ട് സ്മൂത്തിയുടെ കൂടെ ഉപയോഗിക്കാം. സ്മൂത്തി അല്ല, ഓട്സിൻ്റെ കൂടെ ഉപയോഗിക്കാം. അങ്ങനെയെല്ലാം ഏറ്റവും ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ചിയാസീഡ്. ഇനി ഞാൻ പറയുന്നതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻസും ഏറ്റവും ഗുണങ്ങളുള്ളതും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ ജാതിക്ക. ജാതിക്ക അറിയാത്ത മലയാളികളുണ്ടോ? ജാതിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജാതിക്കത്തോടും പത്രിയും അതിൻ്റെ തോടും കഴിഞ്ഞ് അതിൻ്റെ ആ സീഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാം പത്രിയാണെങ്കിലും തൊണ്ടാണെങ്കിലും എല്ലാം വേറെ വേറെ ഗുണങ്ങളുണ്ട് അതിന്. ഏറ്റവും ഒരുപാട് മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഈ ജാതിക്ക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് ആർക്ക് ഉപയോഗിക്കാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയലാണ്. ഇത് ഒത്തിരി മെഡിസിൻ വാല്യൂ ഉള്ള സാധനമാണ് നമ്മുടെ ജാതിക്ക. ഇത് ഈ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയലും ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ പോകാനും ഡാർക്ക് സ്പോട്ട് പോകാനും ഏറ്റവും ബെസ്റ്റാണ് ജാതിക്ക. നമ്മളത് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റാണ് ജാതിക്ക എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും. അതേസമയം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് മെലാസ്മ പോലത്തുള്ള പോകാത്ത പാടുകൾ വരെ പോകാനായിട്ട് നമുക്ക് ജാതിക്കാതെ ആ സീഡ് എടുത്ത് പൗഡർ ഫോമിലാക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. ഒത്തിരി മെഡിക്കൽ വാല്യൂസ് നമ്മുടെ ആരോഗ്യത്തിന് കുറേ ഉപയോഗമുണ്ട്. നമ്മുടെ ഡൈജസ്റ്റിന്, നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിന്,
പിന്നെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, അങ്ങനെ എല്ലാത്തിനും ഒരുപാട് ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. അത് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല ജാതിക്കയുടെ ഗുണങ്ങൾ. ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. 1 ടീസ്പൂൺ, ഒത്തിരി വേണ്ട, നമുക്ക് കുറേശ്ശെ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാം. ഒരു 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുക, 2 ടീസ്പൂൺ ചിയാ സീഡ് എടുക്കുകയാണ്. ഒരു ജാതിക്കയുടെ പകുതി എടുക്കാവുള്ളൂ. കാരണം ഇത് ചിലർക്കിടുമ്പോൾ ഒരു ചെറിയ പുകച്ചിൽ, അതൊരു ശകലം നേരത്തേനെ കാണുള്ളൂ. പക്ഷെ നമ്മൾ ഈ പൗഡറിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഒരു ശകലം മതി. അതായത് ഒരു ജാതിക്കയുടെ ഒരു ഹാഫ് എടുത്തിട്ട് പൊടിച്ചാൽ മതി. ഇത് മൂന്നും, ഇത് ചിയാ സീഡ് 2 ടീസ്പൂൺ, ഫ്ലാക്സ് സീഡ് 2 ടീസ്പൂൺ, ഒരു ജാതിക്ക കുരുവിൻ്റെ സീഡിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതൊരു പൗഡർ ഫോമിലാക്കുക. ഇത് പൗഡർ ഫോമിലാക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ പൗഡർ പൊടി എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ആവശ്യമായ പൊടി എടുക്കുക. അതെടുത്തിട്ട് പാലിലോ തൈരിലോ നിങ്ങൾക്ക് റോസ് വാട്ടറിലോ എന്തിനാണേലും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം അത് വാഷ് ചെയ്താൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന നമ്മുടെ ഗ്ലോയും നമുക്ക് നല്ലൊരു സ്മൂത്തും കിട്ടും. ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും മാറിക്കിട്ടും. നിങ്ങൾ ആഴ്ചയിലൊരു 3 ദിവസം വേറെ ഒരു പായ്ക്കും ഇടാതെ നമുക്ക് 50+ ശേഷം നമ്മുടെ പാടുകളൊക്കെ പോകാൻ പാടാണ് അല്ലേ? കാരണം അത് സ്ഥിരമായിട്ടുള്ള അതിൻ്റെ ഉപയോഗം കൊണ്ടേ നമുക്ക് അതിൻ്റെ പാടുകളൊക്കെ കുറച്ച് കിട്ടുകയുള്ളൂ. ഇത് ആഴ്ചയിൽ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് നമ്മൾ ഒരു 2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഫേസിലെ മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം ഞാനിതിൻ്റെ അകത്ത് വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. ദയവിച്ചിട്ട് നിങ്ങൾ 50+ ശേഷം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഫേസിനെ നമുക്ക് എങ്ങനെ, നമ്മൾ ഒത്തിരി വില കൂടിയ ക്രീമുകളുടെ പുറകെ പോയി, അതും കെമിക്കലാണ്, അതിൻ്റെയൊക്കെ പുറകെ പോകാതെ ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഫ്ലാക്സ് സീഡ് ആണെങ്കിലും ചിയാ സീഡ് ആണെങ്കിലും നമ്മുടെ ജാതിക്കക്കുരു ആണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ മറ്റെന്തും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.